തേജോമയനും മഹാപരിശുദ്ധനും സർവശക്തനുമായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. പത്തനംതിട്ട സുവിശേഷാലയത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന 70ാമത്തെ സുവിശേഷ മഹായോഗത്തിൻ്റെ 2ാം രാത്രിയിൽ സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും നിങ്ങളോട് ഒരു സന്ദേശം അറിയിക്കുവാനായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ വലിയവനായ ദൈവം എനിക്ക് നൽകിയ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരം നൽകിയ ഈ സുവിശേഷാലയത്തിൻ്റെ ഭാരവാഹികൾ, ചുറ്റുപാടുമുള്ള സ്ഥലം സഭയിലെ സഹോദരന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വളരെയധികം അധ്വാനിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വിചിന്തനത്തിനായി മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ച് ഈ 3-ാം അധ്യായത്തിൻ്റെ 5 വരെ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ 3-2 എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആര് നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരൂശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. മലാഖിയുടെ പ്രവചനം പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവചനമാണ്, പുസ്തകമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ താളുകളിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായം 4-ാം അധ്യായമാണ്. അതിന് തൊട്ട് മുമ്പുള്ള 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം പറയുകയാണ്, ഞാൻ എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവ പറയുകയാണ്, ഞാൻ എനിക്ക് വഴിയൊരുക്കുവാൻ എനിക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു. നമുക്കറിയാം, മനുഷ്യൻ ആദിയിൽ ഏദനിൽ ആദമും ഹവ്വായും പാപം ചെയ്തതോടുകൂടെ അവർ പാപത്തിൻ്റെ അടിമകളായി പിശാചിൻ്റെ ദാസീദാസന്മാരായി മാറി. എന്നാൽ ഈ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാനായിട്ട് സർവ്വവല്ലഭനായ ദൈവം ഏദനിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ നഗ്നത മറയ്ക്കുവാൻ അവർക്ക് മൃഗത്തിൻ്റെ തോലുകൊണ്ട് വസ്ത്രമുണ്ടാക്കി കൊടുത്ത് അവരെ ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാതിരിക്കേണ്ടതിന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ അന്നു മുതൽ ദൈവം അവർക്ക് നൽകിയ ഒരു അരുളപ്പാടുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 നാം അത് കാണുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അതുകൊണ്ട് ദൈവം നൽകുന്ന ആ വിടുതലിനു വേണ്ടി മാനവരാശി കാത്തിരുന്നു കൊണ്ടേയിരുന്നു. ഏകദേശം 4000 വർഷമെടുത്തു അത് നിറവേറുവാൻ, സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ പിറക്കുവാൻ. അങ്ങനെ ആ കാലയളവിന് ശേഷം ആദ്യ മാതാപിതാക്കളുടെ തലമുറകൾ വർദ്ധിച്ചു പെരുകി, ഭൂമിയിൽ മനുഷ്യർ പെരുകി. നമുക്കറിയാം, നോഹയുടെ കാലത്തെ പ്രളയത്തിന് ശേഷം
വീണ്ടും 8 പേരിലൂടെ ഈ ഭൂമിയിൽ മനുഷ്യർ പെരുകി വന്ന് ഇവിടെ വർദ്ധിച്ച് ജനം ഭൂമിയെ നിറയ്ക്കുവാൻ ഇടയായി. ഈ നാളുകളിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. വാഗ്ദത്ത സന്തതിയിലൂടെ ഈ ഭൂമിയിൽ പ്രത്യേകമായി ഇസ്രായേൽ എന്നൊരു വർഗത്തെ അവൻ തിരഞ്ഞെടുത്ത് ഭൂമിയിലാക്കി വെച്ചു. അവരോട് ദൈവം തൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുകയായിരുന്നു. പ്രവാചകന്മാർ മുഖാന്തരം, പിതാക്കന്മാർ മുഖാന്തരം ദൈവം അരുളപ്പാടുകൾ നൽകിക്കൊണ്ടേയിരുന്നു. അവസാനം യേശുക്രിസ്തു മുഖാന്തരം അവൻ്റെ ഏറ്റവും ആത്യന്തികമായ അരുളപ്പാട് നൽകുന്നതുവരെ ഇങ്ങനെ ദൈവം നൽകിയ അരുളപ്പാടുകളിൽ ഓരോ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ ജനത്തോട് സംസാരിക്കുകയായിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വാഗ്ദത്ത മശിഹ എങ്ങനെ വരും എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന് പഴയ നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മലാക്കി പ്രവാചകൻ പറയുകയാണ്, അവൻ വരും, ഇതാ അവൻ വരുന്നു, അവൻ വേഗത്തിൽ അവൻ്റെ ആലയത്തിലേക്ക് വരും എന്ന് പറഞ്ഞാണ് ആ വേദഭാഗം അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മലാക്കി പ്രവാചകന്റെ കാലത്തെ ജനം ഒരു വല്ലാത്ത ജനമായിരുന്നു. ഏകദേശം യേശുക്രിസ്തുവിന് മുമ്പ് 425 BC അന്നാണ് ഈ മലാക്കിയുടെ പ്രവചനം എഴുതപ്പെട്ടത്. അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതുപോലെ 516 BC അന്നാണ് ദൈവത്തിൻ്റെ ആലയം സെരുബാബേൽ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ഏകദേശം 50,000 പേർ, 1,00,000-ഓളം പേരുമായിട്ട് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ ആലയം പണിഞ്ഞത്. ആ ദൈവാലയം പണിഞ്ഞ് 516 അല്ലെങ്കിൽ 15 BC അത് സമർപ്പിച്ചു. എന്നിട്ട് ആ ജനതതി തുടരുകയാണ്. ഏകദേശം 90ഓളം വർഷം കഴിഞ്ഞു. 425 BC എത്തിയിരിക്കുന്നു. ഇവിടെ മലാക്കി പ്രവാചകൻ പറയുകയാണ്, ദൈവത്തോട് മനുഷ്യൻ ചോദിക്കുകയാണ്, നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവോ? ദൈവത്തോട് സകല വെറുപ്പും കാണിക്കുന്ന ഒരു തലമുറയായിട്ട് അവർ മാറി. ദൈവത്തിൻ്റെ ആലയം അവിടെ ഉണ്ട്, എന്നാൽ അവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ യാതൊരു മാന്യതയും കാണിക്കുന്നില്ല. അവർ ഏറ്റവും ഹീനമായതിനെ, മുടന്തുള്ളതിനെ, ഊനമായതിനെയൊക്കെ അവരുടെ ദൈവത്തിന് കൊണ്ട് യാഗമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആരാധനയെ അവർ മാനിക്കുന്നേയില്ല. അങ്ങനെ വല്ലാത്തൊരു സമൂഹമായിട്ട് അവർ മാറി. അവരുടെ ഇടയിൽ പാപം പെരുകുകയാണ്. വിവാഹമോചനം വർദ്ധിക്കുന്നു. യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നു. ജാതികളിൽ നിന്ന് വിവാഹം കഴിച്ച് സ്ത്രീകളെ കൊണ്ടുവരുന്നു. ദൈവത്തിന് ദശാംശം നൽകുന്നതിനോടുള്ള താല്പര്യമില്ലാതെയായി. ഇങ്ങനെ ഈ ജനതതി ഹീനമായ നിലയിൽ ദൈവത്തിൻ്റെ യാഗപീഠത്തെ അശുദ്ധമാക്കി കൊണ്ടുപോവുകയാണ്. ദൈവം അവർക്ക് നൽകിയ മനോഹരമായൊരു ദൈവാലയം അവിടെയുണ്ട്. നമുക്കറിയാം 606 അല്ലെങ്കിൽ 605 BC അന്നാണ് നെബൂഖദ്നേസർ ഈ നാട്ടിലേക്ക് വന്ന് അവരെ അടിമകളായി ഒരു കൂട്ടത്തെ, ദാനിയേലിനെയും കൂടെയുള്ളവരെയും കൊണ്ടുപോയത്. അതിനുശേഷം 597 BC അന്ന് വീണ്ടും നെബൂഖദ്നേസർ വന്നു. വീണ്ടും 586 BC മൂന്നാമത്തെ പ്രാവശ്യം വന്ന് അദ്ദേഹം ഈ ദേവാലയം നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയതാണ്. പിന്നീട് ദീർഘകാലം ഇവിടെ ദൈവാലയമില്ലായിരുന്നു. ഏകദേശം 70 വർഷം കഴിഞ്ഞിട്ടാണ് 516 BC അവിടെ ദേവാലയം ഉണ്ടായത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. അതിനോടുള്ള അവരുടെ ബഹുമാനവും വളരെ വലുതായിരുന്നു. എന്നാൽ ദൈവത്തെ ആദരിക്കാത്ത ഈ തലമുറ വന്നപ്പോൾ അവർ ദൈവത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയും ദൈവത്തിൻ്റെ ആരാധനയെയും ദൈവിക നിയമങ്ങളെയും എല്ലാം ലംഘിച്ച് ഒരു വല്ലാത്ത പോക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മലാക്കി പ്രവാചകൻ പറയുകയാണ് ഈ വാക്കുകൾ. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ന്യായം വിധിക്കുന്ന ദൈവം എവിടെ? അവിടെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെയാണ്, ദൈവം ന്യായാധിപതിയാണെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? അതെ, ന്യായവിധി വരുന്നു എന്നറിയാവുന്ന ഒരു കൂട്ടമുണ്ട്. എന്നാൽ ന്യായവിധിയെ പുച്ഛിക്കുന്ന, അത് ഏറ്റവും ചെറിയ ഒന്നായിട്ട് കാണുന്ന ഒരു സമൂഹം അവിടെ ഉണ്ട്. ന്യായവിധി വരുമെന്ന് ഉറപ്പുള്ളവരുണ്ട്. ന്യായവിധി വന്നിരുന്നെങ്കിൽ എന്നറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജനതയുണ്ട്. നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൽ, അയ്യോ ജാതികൾ വിറയ്ക്കത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആ വലിയ ഉണർവിന്റെ പ്രാർത്ഥന യെശയ്യാവ് നടത്തുന്നതും അന്നത്തെ കാലത്ത് ഒരു കൂട്ടം ജനത്തിനുള്ള ആവേശമാണ്, ദൈവം ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ന്യായവിധിയുടെ ദൈവം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ വേദഭാഗത്ത് നമ്മൾ കാണുകയാണ്, ഇതാ അവൻ വരുന്നു. നാം ആദ്യമായിട്ട് ഇവിടെ കാണുന്നത്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഈ വേദഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3 തരത്തിലുള്ള ദൂതന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൈ മെസ്സഞ്ചർ
എൻ്റെ സന്ദേശവാഹകൻ, എൻ്റെ ദൂതൻ എന്നാണ്. അപ്പോൾ മലാഖിയുടെ പ്രവചനം ആരംഭിക്കുന്നത് പ്രവാചകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇന്നലെ നാം കേട്ടതുപോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം തൻ്റെ ദാസനായ മലാഖിയിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് മലാഖി ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ സന്ദേശവാഹകനാണ്. രണ്ടാമതായിട്ട് നാം ഇവിടേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്ന ഒരു മെസ്സഞ്ചർ ഉണ്ട്. അത് നമ്മൾ കാണുന്നു, ഞാൻ എൻ്റെ ദൂതനെ എനിക്ക് വഴിയൊരുക്കേണ്ടതിന്, വഴി നിരത്തേണ്ടതിന് അയക്കുന്നു. ഈ ദൂതൻ അത് സ്നാപക യോഹന്നാനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാലം കാത്തിരുന്ന യഹോവയായ ദൈവത്തിൻ്റെ ആ ജഡമെടുത്തുള്ള അവതാരത്തിനു വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ അവൻ വരുന്നതിന് മുമ്പ് വഴിയൊരുക്കുവാനായിട്ട് ഒരുവൻ വരുന്നു എന്നുള്ള സന്ദേശമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇത് സ്നാപക യോഹന്നാനാണ്. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:3 മുതൽ 5 വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്ന വാക്ക് ഇങ്ങനെയാണ്: കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി ഒരുക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് യഹോവയ്ക്ക് മുമ്പായി വരുന്ന, സൈന്യങ്ങളുടെ ദൈവത്തിന് മുമ്പായി വഴി നിരത്തുവാൻ വരുന്ന, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായി വഴി യഹോവയ്ക്കൊരുക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ അത് സ്നാപക യോഹന്നാനാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഈ വേദഭാഗങ്ങൾ നാം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, അവൻ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് മുമ്പാകെ വഴിയൊരുക്കുവാൻ വരികയാണ്. അവൻ നമ്മുടെ ദൈവമാണെന്ന് സ്നാപക യോഹന്നാൻ പറയുന്നു. അത് യഹോവയുടെ മഹത്വം വെളിപ്പെടുന്നതാണ്. The glory of the Lord will be revealed when Jesus Christ comes. ആ ജഡമെടുത്തു വരുന്നവൻ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുത്തുന്നതാണ്. ഭൂമിയിലെ സകല ജഡവും അവനെ കാണുമെന്നും പറയുന്നു. അതുകൊണ്ട് യെശയ്യാവ് പറയുന്നത് പോലെ ആ ദൂതൻ വന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യെശയ്യാ പ്രവാചകന്റെ ആ പ്രവചനം പോലെ തന്നെ ഈ യോഹന്നാൻ സ്നാപകൻ വന്നു. അവൻ മാനസാന്തരം പ്രസംഗിച്ചു, ദൈവാലയത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ജനത്തെ ആകർഷിച്ചു. എന്നിട്ട് മാനസാന്തരത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാനസാന്തര സ്നാനം നൽകി യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനായിട്ട് ഈ സ്നാപക യോഹന്നാൻ തീർന്നു. എന്നാൽ 3-ാമതായിട്ട് നമ്മളൊരു ദൂതനെ അവിടെ കാണുകയാണ്. അവൻ്റെ പേരിങ്ങനെയാണ്: നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ. അതാരാണ്? അതിവരുടെ കർത്താവാണ്. അതവർ ഇഷ്ടപ്പെടുന്ന നിയമദൂതൻ ആണ്. ദ മെസ്സഞ്ചർ ഓഫ് ദ കവനന്റ്. അപ്പോൾ 3-ാമത്തെ സന്ദേശവാഹകൻ, 3-ാമത്തെ ദൂതൻ എന്ന് പറയുന്നത് അത് കർത്താവിനെ കുറിച്ച് പറയുകയാണ്. അവനെങ്ങനെയാണ് നിയമദൂതനായത്? പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 19-20 അധ്യായത്തിലേക്ക് വരുമ്പോൾ സീനായ് മലയിലേക്ക് ഇറങ്ങി വന്ന യഹോവയായ ദൈവം അവൻ ഇറങ്ങി വരുമ്പോൾ പർവ്വതം വിറയ്ക്കുകയായിരുന്നു. അത് കത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് പുകച്ചുരുളുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിറയ്ക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ അവിടെ മോശ നിൽക്കുമ്പോൾ മോശയോട് അരുളി ചെയ്ത തൻ്റെ കൈവിരലുകൾ കൊണ്ട് ആ കല്ലിൽ, ആ പർവ്വതത്തിൽ ദൈവിക നിയമങ്ങൾ 10 കൽപ്പനകൾ എഴുതി കൊടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തുവിട്ട ആ കർത്താവ് പിന്നീട് തന്റെ വിരലുകൾ കൊണ്ട് മണ്ണിലേക്ക് എഴുതിയ അവൻ തന്നെയാണ് നിയമദൂതൻ. അവൻ നിയമം നൽകിയവനുമാണ്, അതുപോലെ നിയമം അത് പാലിക്കുന്നവനുമാണ്. അവനെക്കുറിച്ച് നാം പഴയ നിയമത്തിൽ കാണുന്നത് ദി ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദൂതൻ എന്നാണ്. നാം ദൈവവചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൂതൻ എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ആ ജഡാവതാരം എടുക്കുന്നതിന് മുമ്പുള്ള പ്രത്യക്ഷതകളാണ്. ക്രിസ്റ്റോഫണീസ് അതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദൂതനായിട്ട് ഈ കർത്താവ് ഇറങ്ങി വരുമ്പോൾ അവനെ ആരാധിക്കുന്നത്, ദൈവമായി അവൻ്റെ സന്നിധിയിൽ വീഴുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ നിയമ
നിയമദൂതൻ അത് അവരുടെ കർത്താവാണ്. ഹീസ് ദ ഡിവൈൻ റെപ്രസെന്റേറ്റീവ്. അവൻ അവരുടെ മുമ്പാകെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നവനാണ്. അവൻ ദൈവം അയച്ചവനാണ്. അവൻ ദൈവത്തിൻ്റെ ആത്യന്തിക സന്ദേശവാഹകനാണ് എന്ന് നാം ഈ ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവനാണ് നിയമം അവർക്ക് കൊടുത്തത്. അവൻ നിയമം പാലിക്കുവാൻ അവരുടെ മേൽ അധികാരമുള്ളവനായി, അവരോടത് പരാമർശിക്കുന്നവനായിട്ടിരിക്കുന്നു. അവർക്ക് നിയമം കൊടുക്കുവാൻ അധികാരമുള്ളവനാണ് അവൻ. അതുകൊണ്ട് അവനാണ് നിയമത്തിൻ്റെ മധ്യസ്ഥൻ. അവനെക്കുറിച്ച് നാം വായിക്കുന്നത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് അവൻ്റേത്. അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമദൂതൻ അവൻ വരും എന്ന് നാം ദൈവവചനത്തിൽ കാണുകയാണ്. എന്നാൽ ഇവിടെ എന്തിനാണ് ഇതൊരു വാണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അവൻ വരുന്നു, ഇതാ അവൻ വരുന്നു. ഇതൊരു മുന്നറിയിപ്പാണ്. ഫോർ വാൺഡ് ഈസ് ഫോർ ആംഡ് എന്ന് പറയാറുണ്ട്. മുന്നറിയിപ്പ് കിട്ടുന്നത് മുന്നൊരുക്കത്തിന് കാരണമാകും. നിങ്ങളും ഞാനും മുന്നമേ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരുങ്ങിയിരിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവം പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ വരുന്നു, അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു, അതുകൊണ്ട് ഒരുങ്ങണം എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് വേഗം വരുവാൻ പോകുകയാണ്. അവൻ ദൈവം തൻ്റെ ചരിത്രത്തിലെ ആലയങ്ങളിലേക്കെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ തൻ്റെ ആലയത്തിലേക്ക് വേഗം വരുമെന്നാണ് പറയുന്നത്. നാം ദൈവവചനത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് സമാഗമന കൂടാരം, അത് ദൈവം പാർത്ത ഇടമാണ്, ദ ടെന്റ് ഓഫ് ദ ലോർഡ്. അത് അവിടേക്ക് കർത്താവ് ഇറങ്ങി വന്നിരുന്നു. അത് കഴിഞ്ഞ് ചരിത്രത്തിൽ നാം കാണുന്നത് ശലോമോന്റെ ദേവാലയമാണ്. ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ തേജസ് സ്വർഗത്തിൽ നിന്നിറങ്ങി ആ ദേവാലയത്തിലേക്ക് വന്നു. ആകാശത്ത് നിന്ന് തീയിറങ്ങി. ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിലെ യാഗവസ്തുക്കൾ ദഹിപ്പിച്ചു. അവിടേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു എന്ന് നാം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ആ ദേവാലയം നശിപ്പിച്ചതിന് ശേഷം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പേർഷ്യയിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ ജനം വീണ്ടും ഒരു ദൈവാലയം പണിഞ്ഞു. ആ ദൈവാലയം നീണ്ടകാലം നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏകദേശം 580 വർഷത്തോളമാണ് അത് നീണ്ടു നിന്നത്. എന്നാൽ ആ ദേവാലയം പുതുക്കി പണിയുവാനായിട്ട് ഇടയായത് ഹെരോദാവാണ്. ഹെരോദാവ് അത് പുതുക്കി പണിഞ്ഞ് ഏകദേശം അതിൻ്റെ പണി തീർന്നത് AD 64 യേശുക്രിസ്തു അന്ന് ദൈവാലയത്തിൽ വരുമ്പോൾ ഈ യഹൂദന്മാർ പറയുന്നുണ്ട്, ഇത് 46 സംവത്സരം കൊണ്ട് പണിഞ്ഞു. അന്നും ആ ദേവാലയത്തിൻ്റെ പണി ശരിക്കും നടന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. AD 64 അത് പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷേ 7 വർഷം തികച്ചില്ല. AD 70 ആയപ്പോഴത്തേക്ക് അന്നത്തെ റോമൻ സൈന്യാധിപനായ തീത്തോസ്, പിന്നീട് റോമിൻ്റെ ചക്രവർത്തിയായി തീർന്ന അദ്ദേഹം ഈ ദേവാലയം നശിപ്പിച്ചു കളയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ദേവാലയമാണ്. സ്നാപക യോഹന്നാൻ ജനിച്ചതോടുകൂടെ ഈ കാര്യം അറിയുകയാണ്. സക്കറിയാവ് വായ് തുറന്ന് സംസാരിച്ചു. സക്കറിയാവ് വായ് തുറന്ന് സംസാരിച്ച് പ്രവചിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന്. ആ സംഭവങ്ങൾ കേട്ട, അന്നത്തെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ യഹൂദ്യ മലനാട്ടിലെ ജനമെല്ലാം അറിഞ്ഞു അവർ കാത്തിരിക്കുന്ന രക്ഷിതാവ് വരുവാൻ പോകുന്നുവെന്ന്. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ മറിയയ്ക്ക് കല്യാണം ഉറപ്പിച്ചിരുന്ന യോസേഫ് എന്ന് പറയുന്ന യുവാവ്, അവൻ്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യയാകുവാൻ പോകുന്ന മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ പ്രസവിക്കുന്ന കുഞ്ഞിന് നീ യേശു എന്ന് പേരിടണം. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേരായിരിക്കും അവന് വിളിക്കപ്പെടുന്നത്. അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായതാണ് എന്ന് പറയുന്നു. പിന്നെയും മുമ്പോട്ട് പോവുകയാണ്. യേശു ക്രിസ്തു ജനിക്കുന്നു. അന്ന് രാത്രിയിൽ തന്നെ ആ ചോരക്കുഞ്ഞിനെ കാണുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഒരു കൂട്ടം ആട്ടിടയന്മാരോട് പറയുകയാണ്. ആട്ടിടയന്മാർ യാത്ര ചെയ്തു വന്ന് ആ കുഞ്ഞിനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആട്ടിടയന്മാർ വന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുമ്പോൾ അവർക്കൊരു കാര്യം അറിയാം, ഇനിയും ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്കും യാഗങ്ങൾക്കും വേണ്ടി ആടുകളെ ഒരുക്കേണ്ട ആവശ്യമില്ല. കാരണം സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാടായവൻ യാഗമാകുവാൻ വേണ്ടി ഈ ഭൂമിയിൽ ജഡശരീരമെടുത്ത് അവതരിച്ചിരിക്കുന്നു. അവൻ ചോര ചിന്തും. അവൻ്റെ ചോര കൊണ്ട് ഭൂമിയിലെ സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമുണ്ടാകും. അതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഇനിയൊരു യാഗവും വേണ്ട എന്നുള്ള വലിയ കാര്യം അവർ അറിഞ്ഞിട്ട് പോവുകയാണ്. തന്നെയും
തന്നെയുമല്ല, അവർ വന്ന് കണ്ടത് ഇടയ ശ്രേഷ്ഠനെയാണ്. ആടുകളുടെ ഇടയനായ, നമുക്ക് മാതൃകയായ നമ്മുടെ കർത്താവിനെ കണ്ടിട്ടാണ് ആ ഇടയന്മാർ സന്തോഷത്തോടെ പോകുന്നത്. അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ വലിയൊരു സൈന്യം വന്ന് അവരുടെ മുമ്പാകെ ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു കാഴ്ചയും അവർ കണ്ടു. എന്തേ അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ലോകം അറിഞ്ഞില്ലേ? അവൻ വ്യക്തമായി വരുന്നു എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചു. യേശുക്രിസ്തു ജനിച്ചു. 8-ാം നാളിൽ അവന് പരിച്ഛേദന കഴിച്ച് അവൻ്റെ മാതാപിതാക്കൾ അവന് യേശു എന്ന് പേരിട്ടു. എന്നാൽ അതിനുശേഷം അവർ ആ കുഞ്ഞുമായിട്ട് ദൈവാലയത്തിലേക്ക് വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 38 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ശിമ്യോൻ എന്ന് പറയുന്ന വന്യവയോധികനായ ഒരുവൻ, അദ്ദേഹം ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനും സമാധാനത്തിനും വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനായിരുന്നു. അന്ന് ഹന്ന എന്ന് പറയുന്ന ഒരുവൾ യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തോടൊപ്പം ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അന്ന് മലാഖിയിലൂടെ പറഞ്ഞത് അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്നാണ്. അന്നൊരു കൂട്ടം ജനം ആലയത്തിലേക്ക് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ പ്രിയ ദൈവജനമേ, ഈ മുന്നറിയിപ്പ് നൽകിയത് എന്തിനാണ്? ഇതാ അവൻ വരുന്നു, ഡോണ്ട് മിസ് ഹിം, വെയിറ്റ് ഫോർ ഹിം. അവൻ വരുമ്പോൾ നിങ്ങൾ കാണാതെ പോകരുത്, അവന് വേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നുള്ളതായിരുന്നു അരുളപ്പാട്. അതുകൊണ്ട് ഈ കാലത്തും അന്നും ശിമ്യോനും ഹന്നയും ഒരു കൂട്ടം ജനവും കാത്തിരിക്കുകയായിരുന്നു. അവർ വന്നു, ഈ കുഞ്ഞിനെ കണ്ടു. ശിമ്യോൻ ആ കുഞ്ഞിനെ കൈകളിൽ ഏന്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പറയുകയാണ്, ഇപ്പോൾ നാഥാ സമാധാനത്തോടെ എന്നെ അയക്കണമേ. നീ സകല ജനത്തിൻ്റെ മുമ്പാകെ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണു കണ്ടുവല്ലോ. ഈ കുഞ്ഞിനെ കൈകളിൽ ഏന്തിയിട്ട് സമാധാനത്തോടെ മരണം വരിക്കുന്നതിന് ശിമ്യോന് ധൈര്യമുണ്ട്. അവൻ സമാധാനം നൽകുന്നവനാണ്, ഇസ്രായേലിന് വീണ്ടെടുപ്പ് നൽകുന്നവനാണ്. യെരൂശലേമിൻ്റെ സമാധാനവും വീണ്ടെടുപ്പും അവൻ്റെ കൈകളിലാണ്. അത് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടാണ് 40-ാം നാളിൽ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ പ്രദർശിപ്പിക്കുവാനായിട്ട് ഇടയായത്. അത് കഴിഞ്ഞ് വീണ്ടും നാം മുമ്പോട്ട് വരുമ്പോൾ മത്തായി സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ ഈ കുഞ്ഞിനെ തേടി വരികയാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലാണ് വന്നത്. അവിടെ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം ആകാശത്ത് കണ്ടു. അതെ, അവൻ നക്ഷത്രത്തിൻ്റെ ഉടമസ്ഥനാണ്, അവൻ്റേതാണ് നക്ഷത്രം. അവനൊരു നക്ഷത്രമുണ്ട്, അവൻ സൃഷ്ടാവാണ്, സകലത്തിൻ്റെയും കർത്താവാണ്. അവൻ ജഡമെടുത്ത് വന്നപ്പോൾ അവനെ തേടി അവർ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഹെരോദാവ് ഭയന്നു, യഹൂദർ മുഴുവൻ ഭയന്നു, യെരൂശലേമിലുള്ളവർ ഭയന്നു വിറയ്ക്കുകയാണ്. അവിടെ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഹെരോദാവ് വരുത്തി. അങ്ങനെ മഹാപുരോഹിതന്മാർ അറിഞ്ഞു, യഹൂദന്മാരുടെ രാജാവായി പിറക്കുന്നവൻ പിറന്നിരിക്കുന്നു. ഇസ്രായേലിലേക്ക് യഹൂദ ഗോത്രത്തിൽ നിന്നൊരു നക്ഷത്രമായി വരുന്നവൻ അവൻ പിറന്നിരിക്കുന്നു എന്നുള്ളത് അന്നത്തെ കാലത്ത് തന്നെ മഹാപുരോഹിതന്മാർ അറിഞ്ഞു, ശാസ്ത്രിമാർ അറിഞ്ഞു, ഹെരോദാവ് അറിഞ്ഞു. അന്ന് യെരൂശലേമിലുള്ള സകല ജനവും അറിഞ്ഞിട്ട് ഭയപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ വരിക തന്നെ ചെയ്തു. അതിനവരെ ഒരുക്കുകയായിരുന്നു. ഈ രാജാക്കന്മാർ വന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് അവനെ ആരാധിച്ച് അവിടെ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഈ യേശു കർത്താവ് 40-ാം ദിവസം ആലയത്തിലേക്ക് ആ കുഞ്ഞിനെ അവൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ നിറവേറി. യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് വന്നതിനെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, 40-ാം നാളിൽ അവനെ ശുദ്ധീകരണ നിയമപ്രകാരം ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 5-ന്റെ 7-ാം വാക്യവും, ലേവ്യർ 12-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പ്രസവിച്ചതിന് ശേഷം 40 നാളോളം ഒരു സ്ത്രീ ആൺകുഞ്ഞാണെങ്കിൽ ദൈവാലയത്തിലേക്ക് വരുവാൻ പാടില്ല. അത് കഴിഞ്ഞ് അവൾ 40-ാം നാളിൽ ശുദ്ധീകരണ നിയമപ്രകാരം അവളുടെ കഴിവിനൊത്തവണ്ണം യാഗവുമായിട്ട് വേണം വരാൻ. അവളുടെ പാപത്തിന് പരിഹാരം വരുത്തണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴിതാ 40 നാളായ ആ കുഞ്ഞ് ദൈവാലയത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ മാതാവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടേക്ക് വരുമ്പോൾ അവൻ പറയുകയാണ്, ഐ ആം ദ ലോർഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ, ഐ ആം ദ വൺ ഹു ക്ലെൻസസ് ദ സിൻസ് ഓഫ് ദ പീപ്പിൾ. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം കൊണ്ടുവരുവാൻ പോകുന്നവൻ ഞാനാണ്.
ശുദ്ധീകരണ നിയമം പാലിച്ചുകൊണ്ട് അവൻ്റെ അപ്പനും അമ്മയും ആ ദൈവാലയത്തിലേക്ക് വരുന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത്. പിന്നെയും അവൻ ദൈവാലയത്തിലേക്ക് വന്നതിൻ്റെ ചിത്രം നമുക്ക് രണ്ടാമതായിട്ട് കാണുവാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വേദഭാഗത്താണ്. അപ്പോൾ അവന് 12 വയസ്സായി. അവൻ്റെ അമ്മയപ്പന്മാർ അവനുമായിട്ട് ദൈവാലയത്തിലേക്ക് വന്നു. അവനെ വിട്ട് പോവുകയാണ്. എന്നാൽ യേശുക്രിസ്തു ദൈവാലയത്തിൽ തന്നെ ഇരുന്നു. കാരണം എന്താണ്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ അവിടെ ഇരിക്കുമ്പോൾ അവൻ എവിടെയാണ് ഇരിക്കുന്നത്? ശാസ്ത്രിമാരുടെ നടുവിൽ. അവൻ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ അവിടെ നമ്മൾ ആവർത്തിച്ച് കാണുന്നത് എന്താണെന്നറിയാമോ? അവൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമായിരുന്നില്ല, അവൻ ഉത്തരം പറഞ്ഞു. അവൻ്റെ ഉത്തരത്തിൽ എല്ലാവരും വിസ്മയിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. Everyone marveled and they were amazed at his teachings. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 32-36 വാക്യങ്ങൾ വായിച്ചാൽ 30 വയസ്സിന് ശേഷം ഈ യേശുക്രിസ്തു ദൈവാലയത്തിലേക്ക് വന്ന് വീണ്ടും പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ പഠിപ്പിക്കലുകളുടെ മുമ്പിൽ ജനമെല്ലാം അത്ഭുത പരതന്ത്രരായിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ ദൈവാലയത്തിലേക്ക് രണ്ടാമത് വന്നത് നമ്മൾ കാണുന്നത് ദൈവാലയത്തിൽ ഉപദേശിക്കുവാൻ. അവൻ ഹീസ് ദ ടീച്ചർ, ദൈവം അയക്കുന്ന ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ അവരുടെ പുരോഹിതന്മാർ അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാതിരിക്കുമ്പോൾ അവന്റെ നാവിൽ വചനവുമായിട്ട് അവൻ ദൈവാലയത്തിലേക്ക് വന്നു. അതെ, ഒന്നാമതായിട്ട് ശുദ്ധീകരണം കാണിച്ചുകൊണ്ട് അവൻ ദൈവാലയത്തിൽ വന്നു. രണ്ടാമതായിട്ട് അവൻ ദൈവത്തിൻ്റെ വചനം ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ വന്നു. എന്നാൽ മൂന്നാമതായിട്ട് ദൈവാലയത്തിലേക്ക് അവൻ വന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ വന്നത് എന്തിനാണെന്ന് നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത കർത്താവായ യേശുക്രിസ്തു അവൻ അടയാളങ്ങളുടെ ആരംഭമായി അത്ഭുതം ചെയ്തിട്ട് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അവൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. യേശു കർത്താവ് ഇത് ചെയ്തിട്ട് നേരെ കഫർനഹൂമിൽ ചെന്നു. അവിടെ ഒത്തിരി നാൾ താമസിക്കാതെ നേരെ യെരുശലേമിലേക്ക് പോവുകയാണ്. എന്തിനാണ് അവൻ യെരുശലേമിൽ പോയത്? അവൻ ദൈവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് പോവുകയാണ്. പലപ്പോഴും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യേശുക്രിസ്തു ദൈവാലയം ഒരു പ്രാവശ്യമേ ശുദ്ധീകരിച്ചിട്ടുള്ളതെന്ന്. അല്ല, യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവാലയം ശുദ്ധീകരിച്ചു. എന്നിട്ട് അവൻ്റെ ശുശ്രൂഷയുടെ അവസാനം, പരസ്യ ശുശ്രൂഷ അവസാനിക്കുമ്പോഴും ദൈവാലയത്തിലേക്ക് ചെന്ന് ദൈവാലയം ശുദ്ധീകരിച്ചു. ഇതാ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കർത്താവ്, നിയമദൂതൻ, അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞതുപോലെ അവൻ തൻ്റെ തേജസ് കാനാവിലെ കല്യാണത്തിൽ വെളിപ്പെടുത്തിയിട്ട് നേരെ പോയത് യെരുശലേമിൽ ദൈവാലയത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവൻ നോക്കുമ്പോൾ അവിടെ സകലവിധമായ മൃഗങ്ങളെയും അല്ലെങ്കിൽ പക്ഷികളെയും ഒക്കെ അവിടെ ഓഫറിങ്ങിന് വേണ്ടി ഓരോരുത്തരും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഹന്നാസ് എന്ന് പറയുന്ന മഹാപുരോഹിതൻ തൻ്റെ മക്കൾക്ക് കച്ചവടത്തിന് വേണ്ടി ആ ദേവാലയം വിട്ടുകൊടുത്തു. തൻ്റെ ആൺമക്കൾക്ക് കച്ചവടത്തിനായിട്ട് ആ സ്ഥലം, അതുകൊണ്ട് പണമുണ്ടാക്കാം. മരുമകൻ കയ്യപ്പാവിന് അവിടെ മഹാപൗരോഹിത്യം, ഇത് കൊടുത്തവിടെ വ്യാപാരം നടക്കുകയാണ്. കർത്താവ് അത് കണ്ടിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കിയിരിക്കുന്നു. യേശു കർത്താവ് ഒരു ചാട്ടവാറുണ്ടാക്കി അവരെ എല്ലാം പുറത്താക്കി നാണ്യമെല്ലാം തൂക്കിക്കളഞ്ഞു. എന്നിട്ട് കർത്താവിനോട് അവർ ചോദിക്കുകയാണ്, നിനക്കിത് പറയുവാൻ അധികാരം എവിടെ നിന്ന്? കർത്താവ് അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ അതിനെ 3 നാളുകൾ കൊണ്ട് പണിയും. അവർ പിന്നീട് ആ മന്ദിരം പൊളിച്ചു. അത് യേശുക്രിസ്തു തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. അവർ പറഞ്ഞു 46 സംവത്സരം കൊണ്ട് ഇത് പണിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അവിടെ നിന്നും പിന്നെയും പോയി. വീണ്ടും 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 അവൻ ദൈവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ദൈവാലയത്തിൽ വന്നപ്പോൾ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. അവൻ അനേകരെ സൗഖ്യപ്പെടുത്തി. അവൻ രോഗികൾക്ക് സൗഖ്യം നൽകി. അവൻ അവരെ തുടർച്ചയായിട്ട് ഉപദേശിച്ചു. അവൻ ദൈവാലയത്തിൽ വന്ന് അവിടുത്തെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും അവിടെ പാപം ചെയ്യുന്ന സടുന്ന കർത്താവ്, നിയമദൂതൻ, അവൻ വരുന്നു. ന്യായാധിപതിയായ ദൈവം എവിടെ? ന്യായം വിധിക്കുന്ന കർത്താവ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ ദൈവാലയത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പിന്നെയും തുടരുകയായിരുന്നു. അങ്ങനെ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് നിരവധി ഉപദേശങ്ങളൊക്കെ നൽകി കർത്താവ് തുടർന്നപ്പോൾ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്.
അവിടെ അവൻ ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കിയിട്ട് നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം എന്ന് മത്തായി 23 7 പ്രാവശ്യം പറയും നമ്മൾ കാണുന്നു. അതിന് തൊട്ട് മുമ്പ് മത്തായി സുവിശേഷം 21 അധ്യായത്തിലും അതിന് തൊട്ട് മുമ്പ് മത്തായി സുവിശേഷം 21 അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 19 അധ്യായത്തിലും നാം യേശു കർത്താവ് ഹോശന്നാ ഞായറാഴ്ച യെരുശലേമിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. അവൻ കിഴക്കേ വാതിലിലൂടെ ഒരു കഴുതമേലും കഴുതക്കുട്ടിമേലും ഏറി ഇതാ യെരുശലേമിലേക്ക് വരികയാണ്. ജനമെല്ലാം ഹോശന്നാ ഹോശന്ന, ദാവീദിന് പുത്രന് ഹോശന്ന, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ടിട്ട് നീരസം പൂണ്ട പുരോഹിതന്മാരും ശാസ്ത്രിമാരും പറയുകയാണ്, ഈ ജനത്തെ അടക്കുവീൻ. യേശു കർത്താവ് പറഞ്ഞു, ഇവര് അടങ്ങിയാൽ കല്ലുകൾ ആർക്കും എന്ന് പറഞ്ഞു. യേശു കർത്താവ് ദൈവാലയത്തിലേക്ക് വന്നു. അപ്പോൾ കർത്താവ് വീണ്ടും ചെയ്തത് എന്താണെന്നറിയാമോ? മത്തായി സുവിശേഷം 21 അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസ് 11 15 മുതൽ 19 വരെയുള്ള വാക്യത്തിലും ലൂക്കോസ് 19 45 മുതൽ 48 വരെയുള്ള വാക്യത്തിലും കാണുന്നത് ഇതാണ്. എന്താണ്? ദൈവാലയം രണ്ടാമത് ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അവനവരെ പുറത്താക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, നിനക്ക് ഇത് ചെയ്യുവാനുള്ള അധികാരം എന്ത്? അവനവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സ്നാനം ദൈവത്തിന്റെ അടുക്കൽ നിന്നാണെന്ന് ഇവർക്കറിയാം. അതവര് പറഞ്ഞാൽ അവൻ ചോദിക്കും, അവന് പിന്നാലെ വന്ന അവൻ വഴിയൊരുക്കിയ മശിഹ എവിടെ? പ്രിയപ്പെട്ടവരെ, ഇന്നും യഹൂദന്മാരോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. എന്നിട്ടും നിങ്ങൾ എന്താ അവനിൽ വിശ്വസിക്കാഞ്ഞത്? അവൻ എന്നെ കുറിച്ചാണല്ലോ പ്രസംഗിച്ചത് എന്നായിരുന്നു കർത്താവ് ചോദിക്കുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് ഈ ശുദ്ധീകരണം നടത്തിയപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ അവരെയൊക്കെ പുറത്താക്കിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. ഒന്നാമത് പറഞ്ഞ എന്താ? പിതാവിന്റെ ആലയം. ഇവിടെ പറഞ്ഞ എന്താ? എൻ്റെ ആലയം. യേശു ക്രിസ്തു തന്റെ ആലയത്തിലേക്ക് വന്നു. അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാണ്. ജാതികൾക്ക് സന്തോഷിക്കുവാനായിട്ട് വരേണ്ട ഇടമാണ്. എന്നാൽ ഇപ്പോഴിതാ അവർ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. യേശു കർത്താവ് അതിനെ ശുദ്ധീകരിക്കുന്നു. അതിനുശേഷം യേശു കർത്താവ് അവിടെ നിന്നും പോവുകയാണ്. നാം മത്തായി സുവിശേഷം 23 അധ്യായത്തിന്റെ 34 മുതൽ 35 വരെ വായിക്കുമ്പോൾ പറയുകയാണ്, കർത്താവ് പറയാണ്, സകല നീതിമാന്മാരെയും നിങ്ങൾ കൊന്നു, നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച പ്രവാചകന്മാരെ കൊന്നു, നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചവരെ നിങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു. അങ്ങനെയാണെങ്കിൽ ഈ നീതിമാന്മാരുടെ മുഴുവൻ രക്തം നിങ്ങളുടെ മേൽ വരും എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ മത്തായി 23 അവൻ പറയുകയാണ്, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും ദൈവത്തിന്റെ ദാസന്മാരായി നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവരെ, നിങ്ങളെ എത്ര വട്ടം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറയിൻ കീഴിൽ ചേർക്കും പോലെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രിയപ്പെട്ടവരെ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ ദൈവാലയത്തിലേക്ക് വന്നു, ദൈവാലയത്തിൽ വെച്ച് അവനെ അവർ സ്വീകരിച്ചില്ല. They missed him. മത്തായി സുവിശേഷം 24 അധ്യായത്തിന്റെ 1 വാക്യം, അവൻ ദൈവാലയം വിട്ടു പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് അവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ ഭവനം ശൂന്യമാകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആലയം ശൂന്യമാകും. 24:1 മത്തായി 24:1, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് പോയി. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ വചനം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്കറിയാം, അവൻ അവിടെ നിന്ന് ഒലിവുമലയിലേക്കാണ് പോയത്. ഒലിവുമലയിലേക്ക് പോയി ഈ ദേശത്തെ നോക്കി കരഞ്ഞിട്ട് അവൻ വീണ്ടും ക്രൂശിലേക്ക് പോയി, ഗോൽഗോഥയിലേക്ക് പോയി, കാൽവറിയിലേക്ക് പോയി. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലേക്ക് പോയത്? സകല ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായിട്ട്. യോഹന്നാൻ 3:14 വായിക്കുന്നുണ്ട്, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. അതെ, അവർ അവൻ്റെ മന്ദിരമെന്ന ആ ദൈവാലയം, ശരീരമെന്ന ദൈവാലയം അവർ തകർത്തു. അവർ അവനെ ക്രൂശിന്മേൽ ഉയർത്തി, അവൻ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ ക്രൂശിൽ അവർ തറച്ചു കൊന്നെങ്കിലും, അവർ അവനെ കല്ലറയിൽ അടക്കം ചെയ്ത് അവൻ ഉയർത്തെഴുന്നേൽക്കാത്ത വണ്ണം ആ കല്ലറയ്ക്ക് മുദ്രയിട്ടെങ്കിലും, അവൻ കല്ലറയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു.
അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ വായിക്കുന്നത് പോലെ 40 നാളോളം അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവനെക്കുറിച്ച് നാം കാണുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അവൻ 5 കൂട്ടർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമതായി മഗ്ദലക്കാരത്തി മറിയയ്ക്ക്, രണ്ടാമതായിട്ട് ഒരു കൂട്ടം സ്ത്രീകൾക്ക്, മൂന്നാമതായിട്ട് പത്രോസിന്, നാലാമതായിട്ട് എമ്മൗസിലേക്ക് പോയ ക്ലയോപ്പാവിനും അവൻ്റെ ഭാര്യ മറിയയ്ക്കും, അഞ്ചാമതായിട്ട് 10 അപ്പോസ്തലന്മാർക്ക്. ആറാമതായി അവൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു 8-ാം നാളിൽ, അടുത്ത ഞായറാഴ്ച അവൻ പ്രത്യക്ഷപ്പെട്ടത് തോമാസ് കൂടെ ഉള്ളപ്പോൾ 11 ശിഷ്യന്മാർക്കാണ്. പിന്നെ 7-ാമതായിട്ട് അവൻ പ്രത്യക്ഷപ്പെടുകയാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ഗലീല കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസും കൂടെയുള്ള 6 ശിഷ്യന്മാർക്കും. 8-ാമതായിട്ട് അവൻ പ്രത്യക്ഷപ്പെട്ടത് 500-ലധികം പേർക്ക് ഒരു സമയത്താണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. 9-ാമതായിട്ട് യേശു ക്രിസ്തു തന്റെ സ്വന്തം സഹോദരനായ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. 10-ാമതായിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഗലീലയിലെ ഒരു മലയിൽ, താബോർ മലയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആ മലയിൽ വെച്ച് കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെ കർത്താവ് 10-ാമത്തെ പ്രത്യക്ഷത നടത്തി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 52 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ അവസാനമായി ആ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ 11 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ കൈ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതേ നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള തേജസ്സായി കണ്ടു എന്ന് 1:14 പറയുന്നത് പോലെ യോഹന്നാൻ വളരെ വ്യക്തമായി യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടു, ദൈവ തേജസ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ നാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ യെരൂശലേം പട്ടണത്തിൽ നിന്നും ആ തേജസ് പൊങ്ങിയിട്ട് അത് ഒലിവുമലയിലൂടെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഇന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് അവൻ ഭൂമിയിൽ ഒരാലയം സ്ഥാപിച്ചു. അതാണ് 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമായ നമ്മുടെ വിശുദ്ധ കർത്താവിൻ്റെ മണവാട്ടി സഭ, നമ്മൾ ഉൾക്കൊണ്ടു നിൽക്കുന്ന സഭ. ഇന്ന് ആ സഭയിൽ കർത്താവുണ്ട്. സക്കറിയാവിൻ്റെ പുസ്തകം 2:20 നാം വായിക്കുന്ന പോലെ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 2-3 അധ്യായത്തിൽ 7 നിലവിളക്കുകളെ കാണാം. അതിൻ്റെ നടുവിൽ ഉലാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. അതെ, ആ 7 നിലവിളക്കുകളുടെ നടുവിലുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സഭയിലുണ്ട്. അവനിവിടെയും ന്യായം വിധിക്കുന്ന കർത്താവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളും ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഭയിൽ നമ്മുടെ കർത്താവുണ്ട്. നാം 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പ്രിയ ദൈവജനമേ, നമ്മുടെ നടുവിൽ കർത്താവുണ്ട്. അവനെ നാം അറിയണം. അവൻ ന്യായം വിധിക്കുന്ന കർത്താവാണ്. ദൈവജനത്തിന്റെ നടുവിൽ ന്യായം വിധിക്കുന്നവനാണ്. എനിക്ക് ബൈബിളിലെ ഏറ്റവും പേടിയുള്ള വചനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 3:19 അവൻ കൗശലമുള്ളവരെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധി ഉപയോഗിക്കുന്നവരെ അവൻ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. അവൻ ജ്ഞാനികളെ, അല്ലെങ്കിൽ ആ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയിൽ ഭരണം നടത്തുന്നവരെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു എന്ന് കർത്താവ് പറയുന്ന ആ വാക്ക് ഒരു കെണിയിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു ചിത്രമാണത് കാണിക്കുന്നത്. അതുകൊണ്ട് സഭയിൽ യാതൊരു കളികളും നടത്തരുത്. എനിക്ക് ഏറ്റവും ഭീതിയുള്ള വാക്യമാണത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നും കർത്താവ് തന്റെ മന്ദിരത്തിൽ, അവന്റെ ആലയത്തിലുണ്ട്. ഇതാ അവൻ വരുന്നു, അവൻ തന്റെ ആലയത്തിലേക്ക് വരുന്നു. നാം മലാഖിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ചരിത്രത്തിലൂടെ വീണ്ടും വീണ്ടും വരുന്നത് ആവർത്തിച്ച് പറഞ്ഞിട്ടും they missed him. അവർ അവനെ തിരിച്ചറിഞ്ഞില്ല, അവനെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അവന് വേണ്ടി അവർ ഒരുങ്ങിയില്ല. അനേകരും അവനെ ഒന്ന് ആസ്വദിക്കുവാൻ, കാണുവാൻ കഴിയാതെ പോയവരായിട്ട് തീർന്നു. എന്നാൽ ഇന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ, ഈ കർത്താവ് വാതുക്കൽ നിന്ന്, ഹൃദയത്തിൻ്റെ വാതിൽ നിന്ന് മുട്ടുകയാണ്.
നിങ്ങളുടെ ശരീരം അവൻ്റെ മന്ദിരമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ശരീരം അവൻ്റെ ആലയമാക്കി തീർക്കുവാൻ 1 കൊരിന്ത്യർ 6:19 വായിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് നാം വായിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, ഈ ഗാത്രം അവൻ്റെ ക്ഷേത്രമാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാതെ ദൈവമക്കളായി തീരാതെ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കുവാനായിട്ട് അവൻ ആഗ്രഹമുണ്ട്. നീ നിന്റെ ഹൃദയം അവന് വേണ്ടി തുറന്നു കൊടുക്കുക. കാൽവറി ക്രൂശിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനോട് നീ പറയുക, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവന് സമർപ്പിക്കണം. നിങ്ങൾ ദൈവപൈതലായി തീരും. നിൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതും. നിന്നെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും വരും. അങ്ങനെ ഇന്ന് നിലവിലുള്ള ദൈവത്തിൻ്റെ ആലയം എന്താണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. താമസം വിന ഈ ഭൂമിയിൽ മറ്റൊരാലയം പണിയപ്പെടുവാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇന്നുള്ള കർത്താവിൻ്റെ ആലയം, സഭ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. എന്നാൽ നമ്മളിവിടെ വായിച്ചത് ഇതാവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്നാണ്. യഹൂദന്മാർ വളരെ വലിയ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2011 ഈ ഇസ്രായേൽ ദേശം ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ പോയി. ദൈവാലയത്തിൻ്റെ അവസാനത്തെ കല്ലും വയ്ക്കുവാനായിട്ട് കല്ലിന് നമ്പറുകളിട്ട് ഒരു വലിയ ദൈവാലയം പണിയുവാനുള്ള ആ കല്ലുകൾ സൂക്ഷിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. പുരോഹിതൻ എൻ്റെ സൈസ് 42 ആണെങ്കിൽ ആ ഷർട്ട് അതുപോണക്കുള്ള ആ ഡ്രസ്സ് ഒരുക്കി വെച്ച് ഒരു കണ്ണാടി ചില്ലിൽ ഇട്ടിട്ടുണ്ട്. അതല്ല, അല്പം കൂടെ വലിയതാണെങ്കിൽ 44 സൈസാണെങ്കിൽ അതിനൊത്ത പുരോഹിതനുള്ള വസ്ത്രം ഒരുക്കി കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. ദൈവാലയം പണിയുമ്പോഴത്തേക്കുള്ള നിലവിളക്ക് സ്വർണം കൊണ്ടുണ്ടാക്കി തെരുവിൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട്. യഹൂദന്മാർ അവിടെ യാഗമർപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവരെ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുവാനായിട്ട് ചുവന്ന പശുവിനെ ക്ലോൺ ചെയ്ത് റെഡിയാക്കി അനേകം ചുവന്ന പശുക്കളെ തയ്യാറാക്കി കഴിഞ്ഞു. യഹൂദൻ ഒരു ദൈവാലയം പണിയുവാൻ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിലൂടെ ഒക്കെ ഒത്തിരി കാണുന്നുണ്ടല്ലോ, ഞാൻ വിശദീകരിപ്പാൻ സമയം പോരാ. പക്ഷേ പ്രിയപ്പെട്ടവരെ, യഹൂദൻ ദൈവാലയം പണിയുവാൻ ആവേശത്തോടെ നോക്കുമ്പോൾ, ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് അതിനു വേണ്ടി കൊണ്ടുവരുമ്പോൾ, ബെഞ്ചമിൻ നെതന്യാഹു അത് മാത്രം അവരുടെ പദ്ധതിയാക്കി വെച്ചിരിക്കുമ്പോൾ, ഇന്നത്തെ യെരുശലേമിൽ യഹൂദന്മാർ ഒരേ മനസ്സോടെ ആഗ്രഹിക്കുന്ന അവൻ്റെ ദൈവാലയം അവൻ പണിയും. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ 1-ാം വാക്യം, ആ മഹാപീഡന കാലയളവിൽ ഭൂമിയിൽ ഒരു ദൈവാലയം ഉണ്ടായിരിക്കുമെന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമോ എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ യെരുശലേമിൽ ദൈവാലയം ഇല്ലെങ്കിലും മഹാപീഡന കാലത്ത് ഒരു ദൈവാലയം കാണും. അതിലിരുന്ന് വാഴുന്നത് എതിർ ക്രിസ്തു ആയിരിക്കും. അവൻ്റെ പ്രതിമയും അവരോട് വെക്കും. കള്ളപ്രവാചകൻ അതിന് സംസാരിക്കുവാനുള്ള ശക്തിയും കൊടുക്കും. പക്ഷേ ഒരു സത്യം പറയട്ടെ, അതിനെ ദൈവത്തിൻ്റെ ആലയം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ദൈവം ഒരിക്കലും അതിനകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ 7 വർഷത്തെ മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ യെരുശലേമിൽ ഉണ്ടാകുന്ന ഭൂകമ്പത്തിൽ അതെല്ലാം തകർന്നു പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോകുകയാണ്. അന്ന് ഭൂമിയിൽ ദൈവാലയമുണ്ടെന്ന് തെളിയിക്കുന്ന മറ്റനേകം വാക്യങ്ങളുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9:27, മത്തായി 24:15, ഈ വാക്യങ്ങളൊക്കെ അന്ന് ദൈവാലയം കാണും, ഇവിടെ യാഗം കാണും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമെന്ന് കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 7 വർഷത്തെ മഹാപീഡന കാലത്തെ ദൈവാലയത്തിൽ ദൈവം പ്രവേശിക്കുകയില്ല. എന്നാൽ അതിൻ്റെ അന്ത്യത്തിൽ നമ്മുടെ കർത്താവ് തേജസ്സോടെ ഇറങ്ങി വന്ന് അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. അതിനുശേഷം നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ എന്നോടൊപ്പം ഒരു വാക്യത്തിലേക്ക് കടന്നു വരിക. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം ഒരാൾക്ക് വായിക്കാം. സക്കറിയാവ് 6:12-13 വാക്യം.
സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്ന് പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണമുണ്ടാകും. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു രാജാവ് തന്നെ പുരോഹിതനായിട്ടിരുന്നിട്ടില്ല. എന്നാൽ 110-ാം സങ്കീർത്തനത്തിൽ രാജാവ് മഹാപുരോഹിതനായിരിക്കുന്ന രാജാവും പൗരോഹിത്യ ശുശ്രൂഷയും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട്. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 6:12-13 നമ്മളത് കാണുന്നു. ഇവിടെ നാം കാണുകയാണ്, ദാവീദിന്റെ മുള എന്ന് പേരുള്ള ആ മശിഹ വന്നിട്ട് അവൻ തന്നെ ആലയം പണിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതാ അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ ഇവിടെ ഒരു ദൈവാലയം ഉണ്ടായിരിക്കും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 2, 7, 12 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 40 മുതൽ 44 വരെയുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിലെ ദൈവാലയത്തിൻ്റെ പ്രത്യേകതകളാണ് കാണുന്നത്. ആ ദൈവാലയത്തിൽ ഇരുന്ന് അവൻ തേജസ്സോടെ വാഴുവാൻ പോകുകയാണ്. എന്നാൽ അതിനുശേഷം പിന്നീടൊരു നിത്യതയുണ്ട്. ആ നിത്യത എന്താണ്? ആ നിത്യതയെക്കുറിച്ച് നാം കാണുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. പഴയ ആകാശവും പഴയ ഭൂമിയും പിന്നെയില്ല, അത് ഓടിപ്പോകും. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കും. എന്നിട്ട് നാം വെളിപ്പാട് പുസ്തകം 21-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കാണുന്ന പുതിയ ആകാശ പുതിയ ഭൂമി ചിത്രീകരണത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇതാ ദൈവം മനുഷ്യരോടുകൂടെ, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വേഗം വരികയാണ്. കർത്താവ് വന്ന് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവാലയം സ്ഥാപിക്കും. അതിനുശേഷം നിത്യതയിൽ തൻ്റെ ജനത്തോടൊത്തും നിത്യം തുടരും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അവിടെ കാണുന്നു, ദൈവഹിതത്തിൻ്റെ മർമ്മം സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നാകുമെന്നുള്ള വിലയേറിയ ഒരു മർമ്മം. അത് ദൈവത്തിൻ്റെ വലിയ സമ്പൂർണതയുടെ കാലത്തിൻ്റെ സമ്പൂർണതയുടെ വ്യവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും, മഹാപീഡന കാലയളവിലെ വിശുദ്ധന്മാരും, 1000 ആണ്ട് വാഴ്ചയിലെ വിശുദ്ധന്മാരും, ലോകത്തിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സകല വിശുദ്ധന്മാരും ഒന്നിച്ചുകൂടി ക്രിസ്തുവിൽ ഒന്നാകുന്ന മനോഹരമായ നിത്യത. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പലരും അവനെ മിസ് ചെയ്തു. നമ്മളിവിടെ വായിക്കുന്നത് മലാഖിയുടെ പ്രവചനത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കർത്താവ് എന്നാണ്. ഒരു മണവാളനെ മണവാട്ടി സ്നേഹിക്കുന്നത് പോലെ He is a delight to our heart. അവൻ നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടമുള്ളവനാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളും ഞാനും അവൻ്റെ മണവാട്ടി ആയതുകൊണ്ടാണ് നിങ്ങൾക്കും എനിക്കും അവനെ ഇഷ്ടം. നമ്മൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനായി അവൻ മാറിയിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ മലാഖി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ്റെ വരവിൽ ആർക്കും നിൽക്കാൻ കഴിയും? ആർക്കു സഹിക്കാൻ കഴിയും? അതെ, ന്യായവിധിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ന്യായവിധിയുടെ ദൈവം വരുവാൻ പോവുകയാണ്. അതെ, ഈ മലാഖിയുടെ പ്രവചനം 4-ാം അധ്യായത്തിൽ അതിനെ ഭയങ്കര നാളെന്നാണ് വിളിച്ചിരിക്കുന്നത്. ആ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും തളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 5-ാം വാക്യം, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപതിയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നു. അവൻ ന്യായാധിപതിയായി വരുവാൻ പോകുകയാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ ആ ന്യായാധിപതി വരുവാൻ പോകുന്നതിനെ കുറിച്ച് അതിൻ്റെ 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. യാക്കോബ് 5:19 നാം വായിക്കുന്നു, ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ അവൻ നിങ്ങളുടെ മണവാളനായി വരുമോ അതോ ന്യായാധിപതിയായിട്ട് വരുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിലയേറിയ പ്രത്യാശയുണ്ട്. അവൻ നമ്മുടെ മണവാളനായി സഖിയായി കർത്താവായി വരും. എന്നാൽ many of the people who waited, they missed him.
Many of the people who were warned, they missed him. മുന്നറിയിപ്പ് ലഭിച്ച അനേകരും അവനെ തിരിച്ചറിയാതെ പോയി. യോഹന്നാൻ പറയുന്നത് പോലെ അവൻ ലോകത്തിലേക്ക് വന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, ഇസ്രായേലോ അവനെ അറിഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല, പിന്നെയോ ദൈവമാണ് അവനെ വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രിയിൽ ദൈവം ആ വിലയേറിയ സത്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തട്ടെ. യേശു അവൻ ദൈവപുത്രനാണ്, സാക്ഷാൽ ദൈവമാണ്. എന്നാൽ അവൻ ഇനിയും ന്യായാധിപതിയായിട്ട് വരുവാൻ പോകുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഒരു വാക്കിങ്ങനെയുണ്ട്: കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. ഇന്ന് രാത്രിയിൽ അവൻ തൻ്റെ ആലയത്തിലേക്ക് വരുന്നു എന്ന് മലാക്കിയുടെ പ്രവചനത്തിലൂടെ വായിക്കുന്നത് പോലെ ആലയത്തിലേക്ക് വന്നപ്പോൾ പലരും അവനെ മിസ് ചെയ്തു. അവനെ അറിഞ്ഞില്ല, അവനെ കാണുവാൻ കഴിഞ്ഞില്ല, ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, അവൻ ന്യായാധിപതിയായി വരുന്നതിന് മുമ്പ്, ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നതിന് മുമ്പ്, അവൻ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്നതിന് മുമ്പ്, മഹാപീഡനത്തിന്റെ കാലം ആരംഭിക്കുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഓ പാപി, നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന്, ഞാനൊരു പാപിയാണ്, ദൈവമേ നിന്നോട് പാപം ചെയ്തു എന്ന് ഏറ്റു പറയുവാൻ കഴിയുമോ? നാം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് ക്രൂശിൽ അവൻ ഒരുക്കിയ രക്ഷ അത് സ്വന്തമാക്കുവാൻ, പാപം കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, മണവാളനായ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സർവ്വവല്ലഭനായ ദൈവം കൃപ നൽകട്ടെ. അതിന് ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ദൈവമക്കളോടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സകല പ്രിയപ്പെട്ടവരോടും വിലയേറിയ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ഒരു പ്രാവശ്യം കൂടെ ഈ അവസരം തന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട്, തുടർന്നും എനിക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകം 22:7, 12, 20 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.